ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. APL BPL വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡുകാർക്കുമുള്ള ഇൻഫർമേഷൻ ഇന്നത്തെ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പറയുന്നത് നീല വെള്ള റേഷൻ കാർഡിലെ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പല വീഡിയോസിൻ്റെ താഴേക്ക് കമൻറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾക്ക് നീല കാർഡാണ് അല്ലെങ്കിൽ വെള്ള കാർഡാണ്, പക്ഷേ ഞങ്ങൾ BPL കാർഡിന് അർഹരായിട്ടുള്ള ആളുകളാണ് എന്ന രീതിയിലാണ് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആർക്കെങ്കിലും BPL കാർഡിന് അർഹരായ ആർക്കെങ്കിലും നീല അല്ലെങ്കിൽ വെള്ള റേഷൻ കാർഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് മാറ്റാനുള്ള, അതായത് BPL കാർഡിലോട്ട് മാറ്റാനുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്ലൈ ഓഫീസിലൊക്കെ അതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമ്മൾ പറയുന്നത് മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുള്ള ആരെങ്കിലും അനർഹമായിട്ടാണ് അവർ ഈ ഒരു കാർഡുകൾ കൈവശം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ ആരെങ്കിലും അനർഹമായിട്ട് മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് കൈവശം വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു 2021 ജൂൺ 30 വരെ അത് മാറാനുള്ള അവസരം നൽകുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ മാറുന്ന ആളുകൾക്ക് യാതൊരുവിധ നിയമ നടപടികളും അതുപോലെ തന്നെ പിഴയൊന്നും ഈടാക്കുകയില്ല. ഇനി എങ്ങനെ ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ നിന്നും നമുക്ക് മുൻഗണനേതര വിഭാഗത്തിലോട്ട് മാറാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നേരിട്ടോ ഇമെയിലിലൂടെയോ സപ്ലൈ ഓഫീസുകൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നേരിട്ട് പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇമെയിൽ വഴി നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസർ അല്ലെങ്കിൽ റേഷനിങ് ഇൻസ്പെക്ടർ എന്നിവരുടെ ഓഫീസിലോട്ട് ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളും അറിയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു ജൂൺ 30 വരെ ഇത്തരത്തിൽ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക, പിന്നീട് ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ പിഴയൊക്കെയാണ് വരിക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു അനർഹമായിട്ട് നിങ്ങൾ എന്ന് മുതലാണോ റേഷൻ വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് അത്തരത്തിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ വിപണി വില പിഴയായിട്ട് ഈടാക്കും, റേഷൻ കാർഡ് റദ്ദാക്കും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെങ്കിൽ വകുപ്പ് തല നടപടി എടുക്കുമെന്നുള്ളതുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റമായിട്ട് നിങ്ങളുടെ പേരിൽ കേസും ഉണ്ടായിരിക്കും. ഇനി പല ആളുകൾക്കുമുള്ള സംശയമായിരിക്കും ആരൊക്കെയാണ് ഈ ഒരു BPL കാർഡിന് അനർഹരായിട്ടുള്ള ആളുകൾ എന്നുള്ളത്. അതാണ് ഇനി നമ്മൾ പറയുന്നത്. നിങ്ങൾ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ, പൊതുമേഖല, സഹകരണ മേഖല ഉദ്യോഗസ്ഥരോ പെൻഷനറോ ആദായ നികുതി അടക്കുന്നവരോ ആണോ? ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഇതിന് അർഹരല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതിമാസം 25,000 രൂപയിലധികം വരുമാനം, 1000 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ്, അതുപോലെ തന്നെ സ്ഥലം, നിങ്ങളുടെ പേരിലുള്ള സ്ഥലം 1 ഏക്കറിലധികം ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ പെടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഏക ഉപജീവന മാർഗമല്ലാത്ത 4 വീലർ വാഹനങ്ങൾ, പല ആളുകൾക്കും ടാക്സി ആയിട്ടൊക്കെ ഓടുന്ന 4 വീലർ വാഹനം വീടുകളുണ്ടാവും, അത് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അല്ലാതെ നമ്മുടെ പ്രൈവറ്റ് യൂസിനൊക്കെ വേണ്ടിയിട്ട് 4 വീലർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു BPL വിഭാഗത്തിൽ പെടാനുള്ള അർഹത ഇല്ല. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്.